കരളിന്റെ പ്രവർത്തനം ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ, പ്രമേഹം ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ജലദോഷം, തുമ്മല്, അലർജീസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ സ്കിന്നിന്റെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഹെയറിന്റെ പ്രോബ്ലംസ്, താരം പോലത്തെ ഇഷ്യൂസ്, ഇതിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയാസ് ആണ്. കുടലിലെ നല്ല ബാക്ടീരിയാസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് അച്ചാർ. ഒട്ടുമിക്ക പേരും വിചാരിക്കുന്നത് അച്ചാർ ഒരു അൺഹെൽത്തി ഫുഡാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള അച്ചാർ, അതായത് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ ഉണ്ടാക്കുന്ന അച്ചാർ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയാസ് ഉണ്ടാക്കാൻ സഹായിക്കും. മറ്റൊന്നാണ് തൈര്, അതുപോലെ അല്ലെങ്കിൽ യോഗട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തും ഒത്തിരി നല്ല ഗുഡ് ബാക്ടീരിയാസ്, നമ്മുടെ വയറിന് വേണ്ട ഗുഡ് ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തണം. അതുപോലെ നമ്മുടെ കുടലിൻ്റെ അകത്ത് ബാക്ടീരിയാസ് ഉൾപ്പെട്ടാൽ മാത്രം പോരാ, ഈ ബാക്ടീരിയാസിനെ ഫീഡ് ചെയ്യാനുള്ള ഭക്ഷണങ്ങളും കൊടുക്കണം. ഇതിനായിട്ട് നമ്മൾ ഇലക്കറികൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഈ പയറ് വർഗ്ഗങ്ങളൊക്കെ ധാരാളം ഉൾപ്പെടുത്തണം.